ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതുപോലത്തെ ഒരു ഡിവൈസ് ആണ്. ഈ ഡിവൈസിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ടേപ്പിന് പകരമായിട്ട് അളക്കാനൊക്കെ ഡിസ്റ്റൻസ് ഒക്കെ അളക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിവൈസ് ആണ്. ഇത് കണ്ടോ, അങ്ങനെ നമ്മളിങ്ങനെ വാരി ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ഡിസ്റ്റൻസ് നമ്മുടെ ഡിസ്പ്ലേയിൽ കാണിച്ചു തരും. ഒപ്പം തന്നെ സെന്റിമീറ്ററിലും ഇഞ്ചസിലും രണ്ടായിട്ട് കാണിച്ചു തരും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡിവൈസ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ നോക്കുന്നത്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ ഫ്രണ്ട്സ്, ഈ ഒരു ഡിവൈസ് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് അതുപോലത്തെ ഒരു LCD ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഈ ഡിസ്പ്ലേയിൽ നമുക്ക് നോക്കിയാൽ കാണാം 0 to 50 നമ്പർ ചെയ്തിട്ടുള്ള 16 പിൻസ് കാണാം. അപ്പോൾ ഈ 16 പിൻസും കണക്ട് ചെയ്യേണ്ട കാര്യം നമുക്കില്ല. അതിനുവേണ്ടി എളുപ്പത്തിന് അതുപോലത്തെ ഒരു I2C മോഡുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. I2C മോഡുകളിലെ പ്രത്യേകത വെച്ചാൽ നേരത്തെ കണ്ട 16 പിൻസും കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് രണ്ട് പിൻ SD SCL എന്നുള്ള പിൻസിലേക്ക് കൺവേർട്ട് ചെയ്ത് തരും. അതാണ് I2C മോഡുകൾ. നമുക്ക് അടുത്ത് വേണ്ടത് അതുപോലത്തെ ഒരു ആർഡിനോ നാനോ ബോർഡാണ്. ഈ നാനോ ബോർഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കോഡ് ചെയ്തിട്ട് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു നാനോ ബോർഡ് നമുക്ക് ആവശ്യമുണ്ട്. അടുത്തായി നമുക്ക് വേണ്ടത് അതുപോലത്തെ ഒരു അൾട്രാസോണിക് സെൻസറാണ്. ഈ സെൻസറാണ് നമ്മുടെ ഈ ഡിവൈസിന്റെ കണ്ണെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സെൻസറാണ് നമുക്ക് നമ്മുടെ ഡിസ്റ്റൻസ് മെഷർ ചെയ്ത് തരുന്നത്. അടുത്തായി നമുക്ക് വേണ്ടത് അതുപോലെ ഒരു ലേസർ മൊഡ്യൂളാണ്. അപ്പോൾ നമ്മൾ എവിടേക്കാണ് പോയിന്റ് ചെയ്യുന്നത്, നമ്മൾ എവിടുത്തെ ഡിസ്റ്റൻസ് ആണ് എടുക്കണത്, അങ്ങോട്ട് ഒരു പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലേസർ ഉപയോഗിക്കുന്നത്. വേണം നിർബന്ധമൊന്നുമില്ല. പിന്നെ അടുത്തായി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു 9 വോൾട്ട് ബാറ്ററിയാണ്. ഒപ്പം തന്നെ അതിന്റെ കണക്ടർ വാങ്ങാൻ മറക്കരുത്. ഒരു കണക്ടർ നമുക്ക് ആവശ്യമുണ്ട്. അടുത്തായി നമുക്ക് വേണ്ടത് അതുപോലത്തെ ഒരു ബട്ടൺ സ്വിച്ച് ആണ്. അപ്പോൾ ഈ സ്വിച്ചിന്റെ പ്രത്യേകത സ്വിച്ചിന്റെ ആവശ്യം എന്താണെന്ന് ഞാൻ പറയുന്നില്ല, നമുക്ക് ജസ്റ്റ് ഓൺ ഓഫ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്തായി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു 7805 IC ആണ്. IC യുടെ പ്രത്യേകത എന്ന് വെച്ചാൽ 12 വോൾട്ട് ICയുടെ ഉള്ളിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അത് 5 വോൾട്ടാക്കി കൺവേർട്ട് ചെയ്ത് നമ്മുടെ കയ്യിലേക്ക് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു IC ഉപയോഗിക്കുന്നത്. അടുത്ത് നമുക്ക് വേണ്ടത് കുറച്ച് റെയിൻബോ വയർ ആണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു റെയിൻബോ വയർ കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട് നമ്മുടെ വയറിംഗ് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ആദ്യം 7805 ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. 7805 എന്നത് IC എഴുതിയിട്ടുണ്ടാവും, അപ്പോൾ നോക്കി വാങ്ങാം. നമ്മുടെ ഈ ICയുടെ ആദ്യത്തെ പിന്ന് പറയുന്നത് 9 വോൾട്ട് കണക്ട് ചെയ്യാനുള്ള പിന്നായിരിക്കും. രണ്ടാമത്തെ പിന്ന് പറയുന്നത് കോമൺ ഗ്രൗണ്ട്. നമുക്ക് 5 വോൾട്ടിൻ്റെ സൈഡിലേക്കും 9 വോൾട്ടിൻ്റെ സൈഡിലേക്കും കോമൺ ആയിട്ട് ഒരു ഗ്രൗണ്ട് ഉണ്ട്. മൂന്നാമത്തെ പിന്ന് പറയുന്നത് നമുക്ക് 5 വോൾട്ട് കിട്ടുന്ന പിന്നായിരിക്കും. അപ്പോൾ നമുക്കതൊന്ന് ജസ്റ്റ് സോൾഡർ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ അതുപോലെ നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ പിൻ 9 വോൾട്ടിലേക്ക് കണക്ട് ചെയ്യണം. രണ്ടാമത്തെ പിൻ കോമൺ ഗ്രൗണ്ട് ആണ്. മൂന്നാമത്തെ പിൻ നമുക്ക് എവിടേക്കാണ് 5 വോൾട്ട് വേണ്ടത് ആ ഒരു ഭാഗത്തേക്ക് കണക്ട് ചെയ്യാം. നമുക്ക് ബാറ്ററിയുടെ കണക്ടർ ഒന്ന് സോൾഡർ ചെയ്യാം. റെഡ് പോസിറ്റീവ്, അതായത് നമ്മുടെ 9 വോൾട്ടിലേക്കും ബ്ലാക്ക് ഗ്രൗണ്ട്. ഓക്കെ, ഇനി നമ്മൾ നാനോ ബോർഡിലേക്ക് 5 വോൾട്ട് എത്തിച്ചു കൊടുക്കേണ്ട ഒരു ചടങ്ങാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ പിൻ വീൻ എന്നുള്ള പിന്ന് കാണാം, രണ്ടാമത്തെ പിൻ ഗ്രൗണ്ട് എന്നുള്ള പിന്ന് കാണാം. അപ്പോൾ ഈ വീനിലേക്ക് നമ്മൾ 5 വോൾട്ടും ഗ്രൗണ്ടിലേക്ക് ഗ്രൗണ്ടുമാണ് കണക്ട് ചെയ്യേണ്ടത്. അതുപോലെ നമുക്ക് സോൾഡർ ചെയ്യാം. വീനിലേക്ക് ഞാൻ ഓറഞ്ച് കണക്ട് ചെയ്തു, ഗ്രൗണ്ടിലേക്ക് യെല്ലോയും കണക്ട് ചെയ്തു. ഇനി ഇപ്പുറത്തെ ഭാഗത്ത് ഓറഞ്ച് ഞാൻ 5 വോൾട്ടിലേക്ക് കണക്ട് ചെയ്തു, യെല്ലോ ഗ്രൗണ്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ സർക്യൂട്ട് ഓക്കെ ആണ്. നമുക്ക് ഇനി ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ബാറ്ററി കണക്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കണം സർക്യൂട്ട് ഓക്കെ ആണെന്ന്. അപ്പോൾ നമ്മൾ നോക്കി ജസ്റ്റ് ഇപ്പുറത്തെ കറക്റ്റ് കണക്ട് ചെയ്ത് നോക്കി ഓക്കെ ആണ്. നമ്മുടെ ആർഡിനോയിൽ ലൈറ്റ് കത്തി, നാനോയിൽ ലൈറ്റ് കത്തി. അപ്പോൾ അതിനർത്ഥം സർക്യൂട്ട് ഓക്കെ ആണെന്നാണ്, 5 വോൾട്ട് നാനോയിലേക്ക് എത്തേണ്ടതാണ്. അടുത്തായിട്ട് നമ്മുടെ അൾട്രാസോണിക് സെൻസറാണ് നമുക്ക് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ സെൻസറിൽ നോക്കിയാൽ 4 പിൻസ് കാണാം. ആദ്യത്തെ പിൻ VCCയും ഏറ്റവും അവസാനത്തെ പിൻ ഗ്രൗണ്ടാണ്. അപ്പോൾ VCCയിലേക്ക് നമ്മൾ 5 വോൾട്ട് കണക്ട് ചെയ്യണം, ഗ്രൗണ്ടിലേക്ക് നമ്മൾ ഗ്രൗണ്ടും കണക്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് നോക്കിയാൽ ഒരു ട്രിഗർ പിന്നും കാണാം, ഒരു എക്കോ പിന്നും കാണാം. ട്രിഗർ കണക്ട് ചെയ്യേണ്ടത് D2, ആർഡിനോയിലെ നാനോയിലത്തെ D2-ലാണ് കണക്ട് ചെയ്യുന്നത്. എക്കോ കണക്ട് ചെയ്യേണ്ടത് D3-ലാണ്. ട്രിഗർ D2-ലേക്കും എക്കോ D3-ലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. അതായതാണ് സർക്യൂട്ട് ഡയഗ്രാം. അപ്പോൾ ഈ സർക്യൂട്ട് ഡയഗ്രാം നോക്കി നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുക. സർക്യൂട്ട് ഡയഗ്രാം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കി നമുക്ക് മനസ്സിലാവുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അതുപോലെ സോൾഡർ ചെയ്യാം. ആദ്യത്തെ പിൻ VCC 5 വോൾട്ടിലേക്കും രണ്ടാമത്തെ പിൻ ട്രിഗറാണ്. അത് നമ്മുടെ നാനോയിലെ D2-ലേക്കും എക്കോ കണക്ട് ചെയ്യേണ്ടത് D3-ലേക്കുമാണ്. സൂക്ഷിച്ച് കണക്ട് ചെയ്യുക. ഇനിയുള്ള ടാസ്ക് എന്ന് പറയുന്നത് LCD ഡിസ്പ്ലേ ഒന്ന് കണക്ട് ചെയ്തെടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച I2C മോഡ്യൂൾ എടുത്തു. എന്നിട്ട് ആ മോഡ്യൂളിൻ്റെ ആദ്യത്തെ പിൻ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു സ്ക്വയർ കാണാം. അപ്പോൾ ആ സ്ക്വയറിൽ ആദ്യത്തെ പിൻ നമ്മൾ കണക്ട് ചെയ്യേണ്ടത് ഈ LCD ഡിസ്പ്ലേയിൽ ഒന്നാമത്തെ പിന്നിലേക്കാണ്. അപ്പോൾ നമുക്ക് നോക്കി ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ആ സ്ക്വയറിലെ പിൻ നമ്മൾ 1ലേക്ക് കണക്ട് ചെയ്ത് അമർത്തി ഇറക്കി കണക്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ LCD ഡിസ്പ്ലേ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു I2C മോഡലിലേക്ക്. ഇനി നമുക്ക് കണക്ട് ചെയ്യേണ്ടത് I2C മോഡൽ നാനോയിലേക്കാണ്. അപ്പോൾ നമുക്ക് I2C മോഡൽ നോക്കിയാൽ 4 പിൻസ് കാണാം. ഗ്രൗണ്ട് VCC SD SCL എന്നുള്ളതാണ് ആ 4 പിൻസ്. ഗ്രൗണ്ടിലേക്കും VCC 5 വോൾട്ടിലേക്കും SD എന്ന് പറയുന്നത് നാനോയിലെ A4-ലേക്കും SCL കണക്ട് ചെയ്യേണ്ടത് നാനോയിലെ A5 എന്നുള്ള പിന്നിലേക്കാണ്. അപ്പോൾ ഒന്നുകൂടി പറയാം, SDA A4-ലേക്കും SCL A5-ലേക്കും ഗ്രൗണ്ടിലേക്കും VCC 5 വോൾട്ടിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്.
ഇനി നമുക്ക് നാനോയിൽ നോക്കിയാൽ കാണാം എന്താ ഒരു A5 കാണാം, ഒരു A4 കാണാം. അപ്പോൾ A4ലേക്ക് കണക്ട് ചെയ്യേണ്ടത് എന്താ SDA, A5ലേക്ക് കണക്ട് ചെയ്യേണ്ടത് SCL. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് അതുപോലെ ഒന്ന് വീണ്ടും ഒന്ന് കണക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ 4 വയറെടുത്ത് സോൾഡർ ചെയ്യാം. അടുത്തായി കണക്ട് ചെയ്യേണ്ടതായി ലേസർ മൊഡ്യൂളാണ്. അപ്പോൾ ഈ ലേസർ മൊഡ്യൂൾ ഒരു പാടില്ല, നമുക്ക് ആ ലേസർ മൊഡ്യൂൾ നോക്കിയാൽ കാണാൻ പറ്റും. ഒരു നെഗറ്റീവും ഒരു സിഗ്നലും ഒരു പോസിറ്റീവും. അതായത് ഈ അറ്റത്തെ നെഗറ്റീവാണ് ഗ്രൗണ്ട് കണക്ട് ചെയ്യേണ്ടതാണ്. രണ്ടാമത്തെ നമ്മൾ 5 വോൾട്ട് കൊടുക്കണം. മൂന്നാമത്തെ പറയുന്നത് സിഗ്നൽ, അതായത് 5 വോൾട്ടിലേക്ക് തന്നെ നമ്മൾ ഷോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ലേസർ മൊഡ്യൂൾ വർക്ക് ചെയ്യും. അതുപോലെ നമുക്കൊന്ന് സോൾഡർ ചെയ്തെടുക്കാം. അടുത്ത് ഇനി നമ്മുടെ നാനോയിലേക്ക് നമ്മുടെ കോഡ് പ്രിന്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആർഡിനോ ഡ്രോയിഡ് എന്ന് പറഞ്ഞൊരു ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ആപ്പ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ഒരു കോഡ് ഉണ്ട്, ആ കോഡ് അവിടുന്ന് കോപ്പി ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കൊടുത്ത് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കോഡ്, ഞാൻ അവിടെ എഴുതിയിട്ടുള്ള ആ കോഡ് ഇങ്ങനെ പല നിറങ്ങളായിട്ട് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. ഇതുപോലെ സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് താഴെ തൊട്ട് മുകളിൽ വരെ എല്ലാ കോഡും കാണാൻ പറ്റും. ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഇതാ ഒക്കെ അതിൽ വന്നിട്ടുണ്ട്. ഓക്കെ ആണ്. അപ്പോൾ നമ്മുടെ കോഡെല്ലാം അതിൽ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതാ മുകളിൽ നമുക്കൊരു ഇടിമിന്നലിൻ്റെ ചിഹ്നം കാണാം, അതങ്ങോട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ കോഡ് ശരിയാണെന്ന് നമ്മുടെ ഈ ആപ്പ് നോക്കി നോക്കും. അപ്പോൾ ഓക്കെ, കമ്പൈലേഷൻ ഫിനിഷ്ഡ് എന്ന് കാണിച്ചു. അപ്പോൾ നമ്മുടെ കോഡ് ഓക്കെ ആണ് അതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് കോഡ് പ്രിന്റ് ചെയ്യിക്കാൻ വേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ ഒരു കേബിൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ സാധാരണ നാനോ കോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കേബിൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നാനോ കണക്ട് ചെയ്യുക. അതുപോലെ കണക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് ഒരു USB ആയിരിക്കും. അപ്പോൾ നമുക്ക് വേണ്ടത് അതുപോലത്തെ ഒരു OTG കേബിളാണ്. കേബിൾ അല്ലാതെ ജസ്റ്റ് OTG കണക്ടറാണ്. അതിലേക്ക് ഞാൻ USB കണക്ട് ചെയ്തു, പോർട്ട് കണക്ട് ചെയ്തു, എന്നിട്ട് ഫോണിലേക്ക് കണക്ട് ചെയ്തു. അപ്പോൾ ഓക്കെ, USB ഡിവൈസ് അറ്റാച്ച്ഡ് എന്ന് എഴുതി കാണിച്ചു. അതിനർത്ഥം ഓക്കെ ആയിട്ടുണ്ട്. നമ്മൾ നാനോ എടുത്തിട്ടുണ്ട്. ഞാൻ അതിൽ ഡൗൺലോഡ് ബട്ടൺ നമുക്ക് കാണാൻ പറ്റും. ആ ഡൗൺലോഡ് ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ കോഡിലേക്ക് ബേൺ ചെയ്യുന്നത് കാണിക്കും, സ്കെച്ച് അപ്ലോഡ് എന്ന് കാണിക്കും. അതിനർത്ഥം ഓക്കെ ആണെന്നാണ്. ഇനി നമുക്ക് നമ്മുടെ ബാറ്ററിയിൽ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം എന്തെങ്കിലും കാണിക്കുന്നുണ്ടോന്ന്. ഓക്കെ ആണ്. ഇതാ വെൽക്കം ടു കീ എഴുതി കാണിച്ചു. ഡിസ്റ്റൻസ് നമ്മൾ കൈ വയ്ക്കുമ്പോൾ അതിനനുസരിച്ച് കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സർക്യൂട്ട് ഓക്കെ ആണ്. അടുത്ത കഴിഞ്ഞ് നമ്മുടെ സർക്യൂട്ടിന് ഒരു കവറിങ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഫോറക്സിൻ്റെ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. അതുപോലെ ഫോറക്സിൻ്റെ കഷ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ LCD ഡിസ്പ്ലേ ഒക്കെ വെക്കാൻ പാകത്തിന് ഒരു പീസൊക്കെ കട്ട് ചെയ്ത് മാറ്റി ഞാൻ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കതുപോലെ ഒരു ബോക്സ് ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒരു ബോക്സ് ആക്കി എടുത്തു. നമ്മുടെ സെൻസറൊക്കെ സെറ്റ് ചെയ്തു. ഓണാക്കി നോക്കുമ്പോൾ നമ്മുടെ ലേസറൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓണാക്കി എന്നിട്ട് വെൽക്കം ടു കീ എഴുതി കാണിച്ചു, കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഞാൻ ജസ്റ്റ് ഫോൺ ഉപയോഗിച്ചിട്ടാണ് ഡിസ്റ്റൻസ് നോക്കുന്നത്. ഓക്കെ ആണ്, അതിനനുസരിച്ച് വെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡിവൈസ് ഓക്കെ ആണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. ഒരു കിടിലായിട്ടായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ബൈ ബൈ.